ഇന്നിപ്പോൾ ദാ എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെയും പോവുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ പോകുന്നെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ കാര്യമൊന്നും അല്ല കേട്ടോ. മോളുടെ കല്യാണത്തിന് മുൻപായിട്ട് മോൾക്ക് സ്വർണ്ണം എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കല്യാണത്തിന് 1 മാസം മുൻപ് തന്നെ സ്വർണ്ണമൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ അതിനായിട്ട് പോവുകയാണ്. എവിടെ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ പുറകെ പറയാം കേട്ടോ. അപ്പോൾ ദാ മോള് അമ്മയുടെ അനുവാദമൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വരുവാണേ. അങ്ങനെ അതാ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചെന്നാൽ അനിയന്മാർ 2 പേരും ഉണ്ട്, അനിയത്തിമാരും ഉണ്ട്, പിന്നെ നമ്മുടെ കുഞ്ഞുട്ടിയുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ചേട്ടനും മോളും ഞാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ദാ ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ളത് കൃഷ്ണ ബോക്സിൽ കൊടുക്കും പോലീസ് അത് ഉണങ്ങ കൊടുക്കും അതെനിക്കറിയാൻ പിള്ളേരാരെങ്കിലും അന്നത്തെ ഓരോ കാര്യങ്ങൾ ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോഴത്തേക്കാണ് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ഓർത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മോളുടെ PGയുടെ അസൈൻമെൻറ്റ് കൊടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതിനുള്ള പേപ്പേഴ്സൊക്കെ മോള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അസൈൻമെൻറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുവാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുവാണ്, അത് പോകുന്ന വഴിക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ആ തുറവൂരൊക്കെ കഴിഞ്ഞിട്ട് നേരെ എറണാകുളത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത് ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണ്ണം എടുക്കുന്നതെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അൽമുക്താദിറിൽ നിന്നാണ് സ്വർണ്ണം എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം മെയിനായിട്ട് അവിടെ നിന്ന് എടുക്കുന്നു, പിന്നെ അതിനുശേഷം നമ്മൾ മഹാരാജാസിൽ നിന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണ്ണം എടുത്തിട്ടുള്ളത്. അതായത് അൽമുക്താദിറിൽ നിന്നും എടുത്തു, പിന്നെ എടുത്തത് മഹാരാജാസിൽ നിന്നും എടുത്തു. അപ്പോൾ നമ്മൾ കുറച്ച് പഴയ സ്വർണ്ണമുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് പുതിയ സ്വർണം കുറച്ച് എടുക്കാനുണ്ട്. അപ്പോൾ ഈ 2 പർപ്പസാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സീസൺ എന്ന് വെച്ചെന്നാൽ ഈ അൽമുക്താദിറിൽ ചില സീസണുകളിൽ 0% സ്വർണം കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമയം കണക്കാക്കിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മഹാരാജാസിൽ നിന്നും പിന്നെ അൽമുക്താദിറിൽ നിന്നും സ്വർണം എടുത്തു. അപ്പോൾ ഇത് 2 ജ്വല്ലറിയിൽ നിന്നും എടുത്തപ്പോഴത്തേക്ക് എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗുണവും ദോഷവും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതിൽ മറ്റേ വണ്ടിയിൽ അനിയത്തി സ്മിതയും കവിതയും അതുപോലെ തന്നെ ഇളയ അനിയനും കുഞ്ഞുട്ടിയും മറ്റേ വണ്ടിയിലാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ചേട്ടനും ചേട്ടൻ്റെ നേരെ ഇളയ അനിയനും അതുപോലെ തന്നെ ഞാനും മോളുമാണുള്ളത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ ഇടപ്പള്ളിയിലാണല്ലോ നമ്മളുടെ ജ്വല്ലറി 2 സ്ഥിതി ചെയ്യുന്നത്. അവര് ചിലപ്പോ അതിലക്ഷത്തായിരിക്കും പോണത്. എവിടെയാണ് കട? നമുക്ക് ചിലപ്പോ യൂട്ടേൺ ഉണ്ടാവും. മെട്രോ സ്റ്റേഷനായിരുന്നു, അമ്മ കണ്ടില്ല. മെട്രോ സ്റ്റേഷൻ പിന്നെ ഇവിടുന്ന് യൂട്ടേൺ തിരിഞ്ഞിരിക്കേണ്ട കയറണം. ഇതിന്റെ നമ്മുടെ വണ്ടിയുടെ ഓപ്പോസിറ്റാണ് കട. നമ്മളിപ്പോ പോകുന്ന കട കാണാം, അങ്ങോട്ട് നോക്കിയ കട കാണാം. അൽമുക്താദിർ റൈറ്റില്ലേ? അത് തന്നെ കട, അത് തന്നെ. റൈറ്റിലേക്ക് തിരിയണം. അവിടുന്ന് യൂട്ടേൺ എടുത്ത് വന്ന് കയറണം. അവിടുന്ന് യൂട്ടേൺ എടുത്ത് വന്ന് കയറണം. എവിടുന്നാണ് യൂട്ടേൺ എടുക്കേണ്ടത് നോക്കട്ടെ. ഏതാണ് കട? ഏതാണ് കട? നമ്മളെ ഓപ്പോസിറ്റ് കാണുന്നതാണ്. യൂട്ടേൺ പോയിട്ട് തിരിച്ച് അങ്ങോട്ട് വരുന്നത് കയറണം.
അങ്ങനെ നമ്മൾ ജുവലറിയിൽ എത്തിയതിന് ശേഷം കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അതായത് നമ്മൾ ചെന്ന് ഇത്തിരി നേരം റിലാക്സ് ചെയ്തൊക്കെ ഇരുന്നു. അതിന് ശേഷമാണ് നമ്മൾ പർച്ചേസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് എന്തെല്ലാം സാധനങ്ങൾ എടുക്കണമെന്നും ഓരോന്നും എത്ര വീതം വെയിറ്റ് വരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് തന്നെയാണ് പോയത്. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സാധനം കണ്ടു നമ്മളങ്ങോട്ട് എടുക്കുന്നു, അതിന് നമ്മളുടെ ബഡ്ജറ്റിന് ഒക്കാത്തതൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അതൊരെണ്ണം എടുക്കുമ്പോൾ മറ്റ് സാധനങ്ങൾ നമ്മുടെ ബഡ്ജറ്റിന് ഉൾപ്പെടുത്തിയൊക്കെ എടുക്കാൻ പറ്റാണ്ട് വരും. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള സാധനമാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ മറ്റെന്തെങ്കിലും എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ ചില പ്ലാനിങ് ഒക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ മോളുടെ കഴുത്തിൽ ഇട്ടേക്കുന്ന ആ ഒരു നെക്ലേസ് മാതിരിയുള്ള മാല കണ്ടോ, അത് ബീഡ്സും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മോളും അനിയത്തിമാരും അതുപോലെ അനിയത്തി മളിച്ചുന്ന മോളുടെ ചിറ്റമാർ കേട്ടോ, ചിറ്റമാരും കുഞ്ഞുട്ടിയൊക്കെ കൂടി ഇരുന്നിട്ട് ഷോമാലയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്നു. പിന്നെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജ്വല്ലറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ മറ്റ് സെക്ഷനിലോട്ടൊക്കെ ചെന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് ആ സ്റ്റോണും ബീഡ്സും ആയിട്ടുള്ള മാല കേട്ടോ. അപ്പോൾ ഞാനാണത് ആദ്യമേ കണ്ടത്. അപ്പോൾ അതുവഴി എടുത്തിട്ട് വന്ന് മോളുടെ കൊടുത്തു. മോളെ കൊണ്ട് അതൊന്ന് ഇടിച്ചൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒക്കെ അത് ഇഷ്ടപ്പെട്ടു. നമ്മൾക്ക് പർച്ചേസ് തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഒരു സെയിൽസ്മാൻ നമ്മൾക്ക് മാത്രമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു പർച്ചേസ്മാൻ ആയിരുന്നു കേട്ടോ, ആ സെയിൽസ്മാൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ അത് മറന്നുപോയി. അപ്പോൾ പേര് വോയിസ് കൊടുക്കുമ്പോൾ അതൊക്കെ ചേർത്തിട്ട് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ മോള് നേരത്തെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൊബൈലിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് ആ സെയിൽസ്മാൻ. അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഇഷ്ടത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് എടുത്തൊക്കെ തരുന്നുണ്ട്. ആദ്യമേ നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റം എന്ന് വെച്ചെന്നാൽ ആദ്യമേ കാണിച്ചില്ലേ ബീഡ്സും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ആയിട്ടുണ്ടായിരുന്നുള്ള ഗ്രീനും വൈറ്റും ആയിട്ടുള്ള സ്റ്റോൺ വർക്കും ബീഡ്സും വെച്ചിട്ടുണ്ടായിരുന്ന നെക്ലേസ് ആദ്യമേ നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി വെച്ച് കേട്ടോ. അതിനുശേഷം പിന്നെ ഷോമാല നോക്കുവാണേ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് ആദ്യമേ ഷോമാല സെലക്ട് ചെയ്യാൻ നോക്കിയത്. എടുത്തതും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എടുത്തത് നമ്മൾ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് കളക്ഷൻ അതിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടിയിട്ടുള്ളതും കുറഞ്ഞിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഷോമാലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിങ്ങനെ വെച്ചിട്ട് മിററിലൊക്കെ വെച്ചൊന്ന് നോക്കുവാണേ. പിന്നെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അവർ തന്നെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ കാണിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ എടുത്ത് വെക്കുന്നത് എന്തൊക്കെയാണോ അതും ഇതും കൂടെയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കും. പിന്നെ അതിന് മിഡിലായിട്ടൊക്കെ അല്ലെങ്കിൽ അതിനും ലെങ്ത് കൂട്ടിയോ കുറച്ചോ ഒക്കെ വേറെ എന്തൊക്കെ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് തന്നെ അവിടുത്തെ ആ സെയിൽസ്മാൻ നമുക്കതൊക്കെ പറഞ്ഞൊക്കെ തരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റം അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ പാദസരം സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പാദസരത്തിനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ കളക്ഷൻ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്രയുള്ള അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പാദസരം അല്ല അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പാദസരം നമ്മൾ ഇത്തിരി വെയിറ്റ് കൂടിയിട്ടുള്ള പാദസരം തന്നെയൊക്കെ എടുക്കാനാണ് ഇരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഐറ്റം അവിടെ കിട്ടിയില്ല ശരിക്കും. പിന്നെ അവിടെ ഉണ്ടായിരുന്നതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പാദസരം എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മൾ വളയൊക്കെ നോക്കുവാണ് കേട്ടോ. അപ്പോൾ വളയുടെയും കളക്ഷനൊക്കെ നമ്മൾക്ക് കുറച്ച് പോരായ്മയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ. എങ്കിലും അത്യാവശ്യം നമുക്ക് ഉണ്ടായിരുന്നെന്ന് തന്നെ പറയാം. എങ്കിലും നമ്മൾ ഉള്ളതിൽ നിന്ന് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇങ്ങനെ ഈ 0% കൊടുക്കുന്നത് കൊണ്ടുണ്ടല്ലോ
വരുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സെയിലായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് തന്നെ എടുക്കാനായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പിന്നെ മോള് ഞങ്ങളോട് ഒരുപാട് സഹകരിച്ചു കേട്ടോ. കാരണം അവിടെ ഉണ്ടായിരുന്നതിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവിടെ മനസ്സിലിരുന്ന രൂപത്തിലുള്ളതൊക്കെ പോരായ്മ ഉണ്ടായിരുന്നെങ്കിലും ഉള്ള സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക തന്നെ ചെയ്തു കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. സംതൃപ്തിയോടുകൂടെ തന്നെ ഇവിടെ ഒരു ഫിനിഷിംഗ് ഇല്ല. മറ്റേ വലിപ്പം അതാണൊരു വിളി. ഉണ്ണി വരുന്നുണ്ടാ? അതങ്ങനെ ആയിപ്പോകും. രണ്ട് കയ്യിലൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചവരെയുള്ള സെലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഊണ് കഴിച്ച് വന്നിട്ട് ബാക്കി ഐറ്റംസൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വളയൊക്കെ ഇവിടുന്ന് തന്നെ എടുത്തു കേട്ടോ. ഇനി നമ്മുടെ പോരായ്മയുള്ള മാലയൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് വന്ന് നോക്കണം. പിന്നെ മോതിരം അങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്മൽ ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഉച്ച കഴിഞ്ഞിട്ടാണ് ഇനി നോക്കുന്നത്. അപ്പോൾ അത് ഊണ് കഴിക്കാനായിട്ട് എത്തി. ഇവിടെ വാ. പിള്ളേരെ എന്താ വേണ്ട പറഞ്ഞു, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാം. മകള് കമ്മലിട്ടില്ലേ, ഊരിയാ വെച്ച അതെ സാറേ. മകളുടെ കമ്മൽ കൊടുക്കാൻ കേട്ടെ. അടിമാനെ കമ്മലിട്ടോ. കറിപ്പാറ്റ് മതി. എൻ്റെ വയസ്സുണ്ട്.
അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ജ്വല്ലറി എത്തിയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് വലിയ ജിമുക്ക് വേണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ വലിയ ജിമുക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ണൊന്ന് കാണാൻ ഇത് വല്ലപ്പോഴും അല്ലേ ഇത് രണ്ടെണ്ണം അത് ഈ പറഞ്ഞ പോലെ വെയിറ്റ് അനുസരിച്ച് ഇതിനുണ്ടോ 3 പോകാനുണ്ട് പിന്നെ ഇന്റർനാഷണൽ ഇട്ട് അത് ടൈറ്റ് ചെയ്യണം ആണി ടൈറ്റ്. അങ്ങനെ നമ്മളെടുത്ത ജിമുക്കുണ്ടല്ലോ ചെട്ടിനാട് ആണ് കേട്ടോ. ചെട്ടിനാട് ജിമുക്കാണ്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് സാരിയുടെ ഒപ്പവും സാരിയുടെ ഒപ്പമൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല സ്യൂട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ജിമുക്ക് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എത്ര ഗ്രാമാണ്? അമ്മ നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ഇതാണോ ഫസ്റ്റ് മാല? സെക്കൻഡ്. ഇത് 2 പവന്റെ. അപ്പൊ ഇതുപോലത്തെ തന്നെ ഒരെണ്ണം എടുത്തിട്ട് അതിൽ ഇച്ചിരി ചെയിൻ കയറ്റുവാണെങ്കിലോ ഒന്ന് വിചാരിക്കും. പിന്നെ ഈ കോമൺ ചെയിനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കളക്ഷൻ കുറവായിരുന്നു കേട്ടോ. അത് ഉള്ളതൊക്കെ ഭയങ്കരമായിട്ട് വെയിറ്റൊക്കെ ഉള്ള അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചെയിനുകൾ അവിടെ കുറവായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടൊക്കെ പോരാൻ പറ്റും കേട്ടോ. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മാസത്തിനുള്ളിലാണ് ലഭിക്കുക. ഈ ലിങ്കിൽ വെക്കുന്നത് നല്ലതാണ്. ഫോൺ എവിടെയാണോ? അവരെ പെട്ടെന്ന് കാണിക്കുന്നു. പൊക്കത്തല്ലേ ഇത്? പണിയാൻ പറഞ്ഞിരിക്കുന്ന മാല എന്ന് പറഞ്ഞ് നടുക്കായി നിൽക്കത്തക്ക പോലെ അങ്ങനെ തന്നെ എടുക്കുന്നത്. ഒരു റെഡ് നിറത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ഒരു റെഡിഷ്നെസ് കണ്ട അങ്ങനെ നമ്മൾ അത്യാവശ്യം അവിടുന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അന്നേരം എടുത്തു. പിന്നെ 1-2 ഐറ്റമൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓർഡർ കൊടുത്തിട്ട് പിന്നെ നമുക്ക് 3 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടത്തുള്ളൂ. അപ്പോൾ കല്യാണത്തിന് 3 മാസം മുന്നെയാണ് നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അതനുസരിച്ച് തന്നെ നമ്മൾ ആദ്യമേ ഞാൻ 1 മാസം മുന്നെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ 3 മാസം മുന്നായിട്ടാണ് എടുത്തിരുന്നത് കേട്ടോ. ഓർഡർ കൊടുത്തത് അങ്ങനെയാണ്. 3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കത് കിട്ടുക. അപ്പം അങ്ങനെ അതിനുള്ള ഓർഡറൊക്കെ കൊടുത്തു. അപ്പോൾ അത് ഇതേപോലുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്
നമുക്ക് വേണ്ടത് നമ്മൾ ഓർഡർ കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ അവിടെ പേ ചെയ്യാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നമ്മൾ പോരാത്തത് മഹാരാജാസിൽ നിന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലുകളും അതുപോലെ തന്നെ മോതിരമൊക്കെ നമുക്ക് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 0% ആയതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഇവിടെ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നമുക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം വെയിറ്റ് കൂടിയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നല്ല രീതിയിലുള്ള സമീപനവും നമുക്ക് എന്തുകൊണ്ടും നല്ലത് തന്നെയായിരുന്നു. സന്തോഷമായിട്ട് തന്നെയാണ് നമ്മളിവിടെ എടുത്ത സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മളിനി മഹാരാജാസിലോട്ട് പോയിട്ട് ബാക്കി സാധനവും കൂടെ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നഹാസിൻ്റെ മാലയൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മഹാരാജാസിൽ നിന്നാണ് എടുക്കുക. ബില്ല് വാങ്ങണ്ടേ? അത് അച്ഛൻ വാങ്ങിക്കട്ടെ. സാറേ ബില്ല് വാങ്ങിക്കേ. നിങ്ങളൊക്കെ ഫേമസ് ആകാൻ പോവാ. അതൊക്കെ ഒപ്പിച്ച് തന്നെ. അപ്പോൾ അങ്ങനെ അൽമുക്താദിയിൽ നിന്നുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ മഹാരാജാസിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നേ. പിന്നെ മിനി ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അടുത്തേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ പരിപാടി തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ സ്വർണ്ണം പർച്ചേസ് ചെയ്യാനുള്ള ഒരു യാത്രയെന്ന് വെച്ചാൽ. ഇതാണ് അക്ക നോക്കിയത്. ഇതുപോലെയാണ് അക്ക. ഇതേപോലെ ഏകദേശം ലോക്കറ്റൊക്കെ ആയിട്ട് വരും. ഏതിനാന്ന് ഭംഗിയെന്ന് തന്നെ പറഞ്ഞേ? ഇതാണ് ചെട്ടിനാണ് അല്ലേ? അത് നഖാസ് അല്ലേ? ഇത് നഖാസിൽ അതെടുത്തിട്ട് ഇത് വേണോ ഇത് വേണോ ഫിക്സ് ചെയ്യാം. ബാക്കിയൊക്കെ എടുത്തേക്കട്ടെ. ആവശ്യമുള്ള സാധനം മാത്രമാണ് അത് ഇവിടെ വെക്കാം. ബാക്കി അങ്ങോട്ട് വെച്ചു. അയ്യോ ഇത് മേക്കിംഗ് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 16 സൈസ്, ഒരു 8 സൈസൊക്കെയാണ് ഇവരുടെ കയ്യിൽ വണ്ണം കൂടുതലായിരുന്നു. ഈ ടൈം
ഇതിന്റെയൊക്കെ എങ്ങനെയാണ് ഇപ്പൊ നിർമ്മാണ ചെലവൊക്കെ എടുത്തിരിക്കുന്നത്? ഏതാ ഇതൊക്കെ നമ്മളെ പറഞ്ഞാൽ പീസ് കോസ്റ്റ് രീതിയിലേ വരുന്നുള്ളൂ. വെഹിക്കിൾ കോസ്റ്റ് രീതി വരുവാണെങ്കിൽ 12%, 13%, 14% അങ്ങനെ വരും. നല്ലതാണ്. പിന്നെ അന്നത്തെ ഒരു ദിവസം ഷോ വേണമെന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ നമ്മളങ്ങനെ ചുരിദാറിൻ്റെ കൂടെ അങ്ങനെയല്ല, ഫംഗ്ഷൻ്റെ അന്ന് ഷോ നമുക്ക് മെയിൻ ആണല്ലോ. അത്യാവശ്യം സാരി ഇതൊക്കെ കൂടെ ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ മിറർ കയറ്റി വെച്ചാൽ മതി. പക്ഷേ ഇതിൽ സ്റ്റോൺ ഇങ്ങനെ ഇച്ചിരി എടുക്കുന്ന ഒരു ഭംഗിയുണ്ട്. ഡിസൈനും അങ്ങനെ നമ്മൾ മഹാരാജാസിൽ നിന്ന് നഹാസിൻ്റെ മാലയും അതുപോലെ തന്നെ 3-4 കമ്മൽ, പിന്നെ ഡയമണ്ട് വെച്ചിട്ടുള്ള കമ്മലൊക്കെ ആയിരുന്നു മോൾക്ക് വേണ്ടിയിരുന്നത്. അത് ലൈറ്റ് വെയിറ്റുള്ള, അപ്പോൾ അത് പിന്നെ ഡയമണ്ട് വെച്ചിട്ടുള്ള മോതിരങ്ങൾ അതൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതാ രാവിലെ നമ്മൾ പോകുമ്പോഴും വാദിക്കലുണ്ടായിരുന്നു, ഇപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും വാദിക്ക തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് ഇപ്പോൾ.